ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്. മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. ചേലക്കര ശ്രീ അന്തിമഹാകാളൻകാവിൽ ഭക്തിസാന്ദ്രമായി നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നാളെ സമാപിക്കും. സമാപനത്തോടനുബന്ധിച്ച് മഹാ അന്നദാനവും നൃത്യസന്ധ്യയും അരങ്ങേറും. ചേലക്കര ശ്രീ അന്തിമഹാകാളൻകാവിൽ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നുവരുന്ന 25ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് നാളെ സമാപനമാകും. യജ്ഞത്തിന്റെ 6ാം ദിനമായ ഇന്ന് സ്വമന്തഗോപാഖ്യാനം, നരകാസുരവധം, കുചേലോപാഖ്യാനം, സന്താനഗോപാലം തുടങ്ങിയ പ്രധാന പാരായണ ഭാഗങ്ങൾ നടന്നു. വൈകിട്ട് കുചേലാഗമന ദൃശ്യാവിഷ്കാരം, വിദ്യാഗോപാല മന്ത്രാർച്ചന, പ്രണവം ഭജന ഗ്രൂപ്പിന്റെ ഭജന എന്നിവയും ഭക്തജനങ്ങൾക്ക് വേറിട്ട അനുഭവമായി. യജ്ഞത്തിന്റെ സമാപന ദിവസമായ നാളെ കൽക്കി അവതാരം, ഭാഗവത സംഗ്രഹം എന്നിവയുടെ ആറാട്ടോടുകൂടി യജ്ഞം സമാപിക്കും. സമാപന ദിവസമായ നാളെ ഉച്ചയ്ക്ക് മഹാ അന്നദാനം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അന്നദാനത്തിന് മുന്നോടിയായി വിഭവ സമാഹരണത്തിനായുള്ള കലവറ നിലയ്ക്കൽ സമർപ്പണം ചടങ്ങും ഇന്ന് തുടർന്നു. വൈകിട്ട് 4 മണിക്ക് സപ്താഹത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സദസ്സ് ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്യും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. രാത്രി 7 മണിക്ക് കലാമണ്ഡലം പ്രസന്നയും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യയും അരങ്ങേറും. തുടർന്ന് ഡിസംബർ 26 വെള്ളിയാഴ്ച ഭക്തി നിർഭരമായ 10ാമുദയ മഹോത്സവവും നടക്കും. ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ വിജയകരമായ സമാപനത്തിനായി എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണമെന്ന് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പള്ളിക്കര, രക്ഷാധികാരി TS പരമേശ്വരൻ മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി E സുകുമാരൻ എന്നിവർ അഭ്യർത്ഥിച്ചു. ചേലക്കര ശ്രീ അന്തിമഹാകാളൻകാവിൽ ഡിസംബർ 18 ആരംഭിച്ച മഹാത്മത്തോട് കൂടിയിട്ട് ആരംഭിച്ച സപ്താഹ യജ്ഞം ഇന്ന് 6ാം ദിവസം എത്തി നിൽക്കുകയാണ്. ഈ 6 ദിവസവും ഇവിടെ വളരെ ഭംഗിയായിട്ട് ഭക്തി നിർഭരമായ ചടങ്ങോട് കൂടിയിട്ടുള്ള സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ജനപങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള ഒരു സപ്താഹം ഇവിടെ ഇന്ന് വരെ നല്ല ജനപങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രുക്മിണി സ്വയംവരത്തോട് ആണ് പരിപാടി സപ്താഹം ഇന്നലെ അവസാനിച്ചത്. കടുകശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും രുക്മിണിയെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഇവിടെ ശ്രീകൃഷ്ണ രുക്മിണി സ്വയംവരം നടത്തി. അതുമായി അനുബന്ധിച്ചുള്ള തിരുവാതിര കളി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മധുര പലഹാര വിതരണം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ വളരെയധികം ജനപങ്കാളിത്തം ഈ ചേലക്കര പഞ്ചായത്തിലെ 5 ദേശത്തു നിന്നുള്ള ജനപങ്കാളിത്തം ഈ സപ്താഹത്തിന് എല്ലാ രീതിയിലുള്ള സഹകരണവും ജനങ്ങളിൽ നിന്ന് ഭക്തജനങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. പ്രധാന ചടങ്ങുകളായിട്ടുള്ള ഈ യജ്ഞ സമാപന ചടങ്ങിന് ശേഷം നമ്മൾ മഹാ അന്നദാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മഹാ അന്നദാനത്തിൽ വിപുലമായ ഭക്ഷണ സംവിധാനമാണ് ഇവിടെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഈ ചേലക്കര പഞ്ചായത്തിന്റെ 4 ഭാഗങ്ങളിൽ നിന്നും അനവധി ഭക്തജനങ്ങൾ ജാതി മതഭേദമന്യേ എന്ന് പറയാം ഇവിടെ സന്നിഹിതരാകാറുണ്ട്. ഈ സപ്താഹയജ്ഞത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഒരേപോലെ ഇരുന്നുകൊണ്ട് ഒരേപോലെ സഹകരിച്ച് ഒരേപോലെ ഭക്ഷണം കഴിച്ച് ഒരേപോലെ കഥ ആസ്വദിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സാമൂഹികമായ പരിപ്രേക്ഷ്യം. ഇതാണ് ഈ സപ്താഹത്തിൻ്റെ ഏറ്റവും വലിയ പരിപ്രേക്ഷ്യം. ഈ സാമൂഹ്യ സമത്വം തന്നെയാണ്. അതിൽ കൂടെ ഭഗവാനിൽ അർപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭക്തി അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും. അതുകൊണ്ട് ഇനി നാളത്തെ ഏറ്റവും വലിയ, അതായത് 25ാമത് ശ്രീമദ് ഭാഗവത സപ്താഹം എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അവസാനം നമ്മൾ സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു സാംസ്കാരിക സമ്മേളനമാണ്. ഇത് വേറെ പതിവില്ല. ഈ വർഷം അത് 25ാമത്തെ സപ്താഹം ആയതുകൊണ്ടാണ് ഈ സാംസ്കാരിക സമ്മേളനം ഇവിടെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രമുഖമായ MLA അടക്കമുള്ള പ്രമുഖമായ വ്യക്തികൾ പങ്കെടുക്കുന്നു. അതിനും എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം. നാളത്തെ മഹാ അന്നദാനത്തിലും എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് ക്ഷേത്രോപദേശ സമിതിക്ക് വേണ്ടി ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.